അഞ്ജു, എടാ ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ നിന്നെ കണ്ടിട്ട്. നീ ഇവിടെ എന്ന് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല കേട്ടോ. നീ എന്താ ഇവിടെ? എന്റെ ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ, അതിന് വന്നതാ. നീയോ? ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാ. പിന്നെ നീ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നേ? ഞാൻ ഇവിടെ ഒരു MNC-യിലെ ഓപ്പറേഷൻ മാനേജറാണ്. കാറൊക്കെ ഉണ്ട്. അങ്ങനെ നീ ആഗ്രഹിച്ചതോടെ എല്ലാം നേടിയെടുത്തല്ലേ? അതെ, അതിന്റെ ക്രെഡിറ്റ് നിനക്കും ഉണ്ട് കേട്ടോ. കാരണം നിനക്ക് ഓർമ്മയില്ലേ, പണ്ട് നിന്റെ എക്സാം പേപ്പർ നോക്കിയിട്ടാ ഞാനൊക്കെ കോപ്പി അടിച്ചായിരുന്നത്. പിന്നെ പറ, ഞാൻ നിന്റെ കാര്യങ്ങൾ അറിയാനാണ് എക്സൈറ്റഡ് ആയിക്കണേ. ടീച്ചേഴ്സിന്റെ സ്കൂളിന്റെ ഒക്കെ പ്രതീക്ഷ ആയിരുന്നില്ലേ നീ? എന്തിന് പഠിത്തത്തില്, കലോത്സവത്തിന്, എല്ലാത്തിനും നീയായിരുന്നു ഫസ്റ്റ്. നീയായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. നിന്റെ കാര്യം കേൾക്കാനാണ് ഞാൻ എക്സൈറ്റഡ് ആയി നിൽക്കുന്നത്. പറ. ആയിരുന്നു, പക്ഷെ ഞാൻ എവിടെ എത്തിയില്ലടോ. എക്സാമിന് റാങ്ക് വാങ്ങിയ, കലോത്സവങ്ങൾ ഒരുപാട് സമ്മാനം വാങ്ങിച്ച, താൻ പറഞ്ഞ പോലെ തൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ അഭിമാനമായിരുന്ന ആ അഞ്ജു ബാലകൃഷ്ണൻ ഇന്ന് വെറും ബിഗ് സീറോ ആണ്. പക്ഷെ നീ ഇങ്ങനെ സക്സസ് ആയി നിൽക്കുന്നത് കാണുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിനക്ക് എന്താടാ പറ്റിയേ? ഞാൻ ഒരു കല്യാണം കഴിച്ചു.